ഒരുപാട് നാളായി ഞാൻ നിങ്ങളെ കണ്ടിട്ട്. ഒരുപാട് നാളായി അവൾ ഇവിടെ വന്നിട്ട്. ഒരുപാട് നാളായി ഒരു നല്ല മൂവി കണ്ടിട്ട്. ഇതൊക്കെ നമുക്കിനി ഇംഗ്ലീഷിൽ പറയാം. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് എന്ന ഒരു പ്രയോഗമാണ്. ഇറ്റ് ഹാസ് ബീൻ എന്നത് ഇറ്റ് ഹാസ് ബീൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ മെറ്റ് യു. ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഈ സെൻറ്റൻസിൽ സിൻസ് എന്ന വേർഡ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റാണ് ഐ. അത് കഴിഞ്ഞ് മെറ്റ് കണ്ടുമുട്ടി. മീറ്റ് എന്ന വേർബിൻ്റെ കണ്ടുമുട്ടുക എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് മെറ്റ്. അത് കഴിഞ്ഞിട്ട് യു ഓബ്ജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഉപയോഗിക്കാം, പ്ലസ് V2 ഫോം ഓഫ് ദ വേർബ്, പിന്നെ ഓബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സെൻറ്റൻസസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വേറെ സെൻറ്റൻസസ് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഷീ സ്പോക്ക് ടു മീ. അവൾ എന്നോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. ഷീ സ്പോക്ക് ടു മീ. സ്പോക്ക് എന്നത് പാസ്റ്റ് ടെൻസ് ഫോമാണ്. സ്പീക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് സ്പോക്ക്. സ്പീക്ക് എന്നാൽ സംസാരിക്കുക, സ്പോക്ക് എന്നാൽ സംസാരിച്ചു. ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ, ഒരുപാട് നാളായി ഞാൻ ഇതുപോലെ ചിരിച്ചിട്ട്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഇതുപോലെ ചിരിച്ചിട്ട് എന്നെങ്ങനെ പറയും? ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ലാഫ്ഡ് ലൈക്ക് ദിസ്. ലാഫ്ഡ്, ലാഫ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം, V2 ഫോം, ചിരിച്ചു എന്ന്. നല്ല ഒരു ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പലരും പറയുന്നതാണ്, ഒരുപാട് നാളായി ഇത്രയും നല്ല രുചികരമായ ഒരു ഫുഡ് കഴിച്ചിട്ട് എന്ന്. അതെങ്ങനെ പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ എയ്റ്റ് സച്ച് എ ഡെലീഷ്യസ് ഫുഡ്. ഡെലീഷ്യസ് എന്നാൽ രുചികരമായത്. എയ്റ്റ് എന്നത് ഈറ്റ്, കഴിക്കുക, ഭക്ഷണം കഴിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് എയ്റ്റ്, V2 ഫോം. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാൻ പോകുന്നു. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണം. സെൻറ്റൻസ് പറയട്ടെ. ഒരുപാട് നാളായി ഞാൻ ഒരു നല്ല മൂവി കണ്ടിട്ട്.